ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർട്ടിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ എംബ്രോയ്ഡറി റിങ്ങിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ റിങ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്ന ഒരു വുഡൻ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വുഡൻ പീസിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വേർഡ് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഡ്രീംസ് എന്നാണ് എഴുതുന്നത്. ആദ്യം വൈറ്റ് ഇങ്ക് പെന്ന് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം ഞാൻ രണ്ടാമതൊരു കോട്ട് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഹാങ്ങിങ്സ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 3 ടൈപ്പ് കളറിലുള്ള ത്രെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റിങ്ങിലേക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള പേപ്പർ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു ത്രെഡാണ്. ഈ കളറിലുള്ളതും സെയിം മെറ്റീരിയലാണ്. ഈ ത്രെഡ് ഒരു ജൂട്ട് ടൈപ്പ് മെറ്റീരിയലുള്ള ഒരു ത്രെഡാണ്. ഇത് 3 ഞാൻ അടുത്തുള്ളൊരു ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. താഴെ ഒരു വി ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഓരോ ത്രെഡിൻ്റെയും ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ടോട്ടൽ 15 ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊരു 30 സ്ട്രാൻഡ്സ് താഴേക്ക് ഹാങ് ചെയ്യും. ഇനി ഞാനിവിടെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ത്രെഡെല്ലാം ബീഡ്സ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. വൈറ്റ് ത്രെഡിൻ്റെ അറ്റത്തെല്ലാം ഞാൻ വൈറ്റ് ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ത്രെഡിൻ്റെ അറ്റത്തെല്ലാം ഞാനൊരു വുഡൻ ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ഫ്ലക്സ് കിക്ക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വുഡൻ ബോർഡ് റിങ്ങിലേക്ക് ഫ്ലക്സ് കിക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് പേപ്പർ റോസും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ ബഡ്സും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് വുഡൻ ബോർഡിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഫ്ലവേഴ്സും ബഡ്സും അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും ഞാൻ നാട്ടിൽ തന്നെയുള്ള ഒരു ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ് കളക്ട് ചെയ്തത്. ഇനി നമുക്ക് റിങ്ങിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് ത്രെഡ് വെച്ചിട്ടൊരു ഹുക്ക് കൂടി സെറ്റ് ചെയ്യണം.
ഇത് നമ്മൾ ബോട്ടിൽ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിൽ കോർക്ക് ലൈറ്റാണ്. ഇത് ഓൺലൈനിലെല്ലാം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കോർക്ക് ഭാഗം, അതായത് ഈ ബാറ്ററിയെല്ലാം വരുന്ന ഭാഗം നമ്മൾ വുഡൻ പീസിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ സ്ട്രാൻഡ്സ് നമ്മളെ ത്രെഡ്സിലേക്ക് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 ലൈറ്റാണ് യൂസ് ചെയ്തത്. സോ അതിൻ്റെ ലൈറ്റിൻ്റെ സ്ട്രാൻഡിൻ്റെ ലെങ്ത്ത് നമ്മളെ ത്രെഡിലേക്ക് ഏകദേശം ഈക്വലായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചുറ്റി കൊടുത്തത്. ഇനി ഞാൻ സാധാ വൈറ്റ് ത്രെഡും കൊണ്ട് ഈ ലൈറ്റ് റിങ്ങിൻ്റെ 2 സൈഡിലും കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് ത്രെഡിൻ്റെ മുകളിൽ ബെൻഡായി വരുന്ന സ്ഥലത്തും ഞാൻ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഫ്രണ്ടിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ടേപ്പ് വെച്ചിട്ട് ഈ ലൈറ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ആൻഡ് നമ്മളെ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.